വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അതെ അതെ ഒന്നിച്ചാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഒന്നിച്ചാണ് ഞാൻ ഉരുട്ടുന്നത്. ഇപ്പം സാരി എടുക്കുമല്ലോ, കൈ ഇങ്ങനെ പാവം കൈയിട്ടവൻ പാവമെന്ന് അത്രേ പറയാനുള്ളൂ. അടിച്ചു അടിച്ചു നിന്ന് മുള്ളാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. അടിച്ചു. 4 ആൾക്കാർ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞ് മാറുന്നവരുണ്ട്, റിയാക്ട് ചെയ്യുന്നവരുണ്ട്, റിയാക്ട് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നവരുണ്ട്, നാട്ടുകാർ അറിയിച്ച് റിയാക്ട് ചെയ്യുന്നവരുണ്ട്, സൈലന്റ് ഞാൻ റിയാക്ട് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു മനസ്സുഖം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ആരും അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല, സ്വന്തം ഭർത്താവിനെ പോലും ഫോളോ ചെയ്യുന്നില്ല. ലൈഫ് ലെസൺസ് പഠിപ്പിച്ച പാടാണത്. അതെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാം അൺഫോളോ ചെയ്ത് നോക്കാം, അടിപൊളിയാവും ലൈഫ്. എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ ഇറ്റ് ഇസ് ലൈക്ക് ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ ഐ ട്രൈ ടു ബാലൻസ്. പെൺകുട്ടികൾ പറഞ്ഞ അടിപൊളി ക്രഷ് തോന്നും, അങ്ങനെയൊക്കെ പെൺകുട്ടികളാരെങ്കിലും വന്ന് ചേച്ചെടുത്ത് പറഞ്ഞു. ഫിറ്റ്നസും കൂടെ ആയപ്പോഴേ എനിക്ക് ഇവിടെ കുറയണം, എൻ്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ എല്ലാ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ ഷോക്കായി പോയിട്ടുണ്ട്. സിനിമാ ഫീൽഡിലൊക്കെ ഉള്ള കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ വേറൊരു വെറൈറ്റി സാധനം ചോദിക്കട്ടെ. ഫിറ്റ്നസ് കൗച്ച് എന്നാണ്. അതെന്താ അറിയോ, ഞാൻ കേട്ടിട്ടുണ്ട്. നീയാണോ ചോദ്യം ചോദിക്കുന്നില്ല ആള്? പറഞ്ഞോ. എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നു, അത് കാരണം ആരും എൻ്റെ അടുത്ത് റോങ് അപ്രോച്ച് ചെയ്യാറില്ല. When you are bold, no one can touch you, man. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575. കാണിക്കുന്നത് നേരെ നേരെ ഇതിങ്ങനെ വെക്കണ്ട, അതിനുള്ള വർക്കൗട്ട് അല്ല, ഇതിനുള്ള വർക്കൗട്ടാ. പറഞ്ഞു തരൂലേ നമ്മുടെ കൂടെ എന്നുള്ളത്? അയ്യോ ഇറങ്ങ, താഴെ ഇറങ്ങാം, പിന്നെ പറഞ്ഞുതരാം, ചാടി ഇറങ്ങാം. ഇൻട്രോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൂടെ എന്നുള്ളത് ശ്രീയ അയ്യരാണ്. ഇന്ന് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മളിപ്പോ ചേച്ചിയുടെ സ്വന്തം ജിമ്മായിട്ടുള്ള ആൽഫ ജിമ്മിലാണ്. അതെ, ഇന്ന് ജിമ്മിലാണുള്ളത്. അപ്പൊ ജിമ്മിലെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് വർക്കൗട്ട് മിക്കവാറും അപ്പൊ കാണാൻ കുറച്ച് വിശേഷം. ശ്രീയേച്ചി ഹായ്, വെൽക്കം ടു മൂവി വേൾഡ്. വെൽക്കം ടു മൈ ജിം. എങ്ങനെ പോകുന്നു ജിമ്മും പരിപാടികളും? അടിപൊളിയായി പോകുന്നുണ്ട്. ഇപ്പം നിയർലി 1 year ആവാൻ പോവാ. 7 months കംപ്ലീറ്റഡ് ആയി. തുടങ്ങുമ്പോ ഒരു നല്ല നെഞ്ചിടി പെയിൻ ഉണ്ടായിരുന്നു. സ്വാഭാവികം, ഒറ്റയ്ക്കാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. സോ അപ്പം അതിൻ്റെ ആയിട്ടുള്ള കഷ്ടപ്പാട് ആദ്യം ഇനിഷ്യലി ഉണ്ട്, ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. നമ്മള് ആക്ച്വലി ഈ ലൈന് വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഈ ലൈനിൽ തന്നെ 6 കുറേ ജിമ്മുകളുടെ നടുക്കാണ് ഞാൻ കൊണ്ടിട്ടത്. പക്ഷെ ഡൂയിങ് വെൽ. ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് ഞാൻ നോക്കുന്നില്ല. ഐ വോണ്ട് ടു ഗിവ് ഗുഡ് ട്രെയിനിങ് ടു പീപ്പിൾ. സോഷ്യൽ സർവീസ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ എന്താ പറയാ, ഇതിന്റെ ഇടക്കാണ് പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞത്. നമ്മളാരും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഭയങ്കര രഹസ്യമാക്കി വെച്ച് പെട്ടെന്നാണ് ഒരു ഷോർട്ട് ടേം പെട്ടെന്നൊരു റിലേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇനി പബ്ലിക്കിലേക്ക് പറഞ്ഞ് കലക്കണ്ടല്ലോ, അറിയാലോ, എന്തിനാ കെട്ടിക്കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി, അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താ പറയാ, ആളും ഉണ്ട് കൂടെ. ഇവിടെ തന്നെ എന്താ പറയാ, കോച്ചാണ് അല്ലേ? കോച്ചല്ല, കോച്ചാക്കും. എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി എനിക്ക് ചില സ്ലോട്ട്സിൽ ഫിൽ ആവുമ്പം ഞാനൊരു സ്പെയർ പീസ് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ? അതെ അതെ, ഒന്നിച്ചാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഒന്നിച്ചാണ് ഞാൻ ഉരുട്ടുന്നത്. അപ്പം പണി കെട്ടിപ്പിക്കുന്നുണ്ട്, പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറെ നാളുകളായിട്ട് ചേച്ചി ഒരു വിവരങ്ങളും അങ്ങനെ കാണാറില്ല. എന്തെങ്കിലും വർക്കിന്റെ റിലേറ്റഡ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാണും. അല്ലാതെ പേഴ്സണൽ ലൈഫ് നമുക്ക് അങ്ങനെ കാണാനേ പറ്റാറില്ല. അതെന്തുകൊണ്ടാ? ജീവിതാനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുമല്ലോ ഓൺലൈനിൽ കൂടെ. എനിക്ക് ആക്ച്വലി ലൈഫിൽ നല്ല ടൈമും ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഹാർഡ് ടൈമും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഓൺലൈൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാഡ് ടൈംസ് എന്താണ് ആൾക്കാർക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം. ബിക്കോസ് എനിക്കിപ്പം ബാഡ് ടൈംസ് വന്നു പോയിട്ടുണ്ട്, ആഫ്റ്റർ ജിം തുടങ്ങിയതിന് ശേഷം വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കും, എന്തുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യണം? അത് ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യും, പിന്നെ അതിന് വേണ്ടി കമന്റ് ചെയ്യും. ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട് സന്തോഷിക്കുന്നവരുണ്ടാവും, സങ്കടപ്പെട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അതിനുവേണ്ടി നമ്മളും ടൈം സ്പെൻഡ് ചെയ്യും. സോ അപ്പം വാട്ട് ഐ ബേസിക്കലി ലേൺഡ് ഇസ് ലൈക്ക് എൻ്റെ കോൺസെപ്റ്റിൽ
ബാഡ് സാധനങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട. Yeah. അപ്പൊ നെഗറ്റീവ് ആ ഒരു പബ്ലിസിറ്റിയോട് തീരെ താല്പര്യമില്ല. എനിക്ക് പബ്ലിസിറ്റിയോട് താല്പര്യമില്ല തോന്നുന്നു. ഇല്ല, എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാർക്ക് നല്ലത്. ഞാൻ കുറേ പഠിക്കും, ഇപ്പോഴും സ്റ്റിൽ ഫിറ്റ്നസിനെ കുറിച്ച് കുറേ പഠിക്കുന്നുണ്ട്, കുറേ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഞാൻ ഓൺലൈനിലും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അപ്ഗ്രേഡ് ചെയ്യുക, എൻ്റെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം. ലൈക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ബ്രാൻഡും ചെയ്യുന്നില്ല, ബ്രാൻഡിങ് ചെയ്യുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ആൾക്കാർ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക. കുറേ അറിയാമല്ലോ, കുറേ ഇങ്ങനെ കൊളാബറേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് കമ്പൽസറി ഞാൻ ഫുഡ് കൊളാബറേഷൻസ്, അൺഹെൽത്തി തിങ്സ് ഷെയർ ചെയ്യത്തില്ല. പിന്നെ ഈ വില കുറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ഉള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ പരിപാടികളൊന്നും ചെയ്യത്തില്ല. നോ ബെറ്റ് ഗെയിംസ്, അങ്ങനെ കുറെ നോംസ് ഞാൻ തന്നെ എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആരെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് ജിമ്മിനെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെ പോലും ഫോളോ ചെയ്യുന്നില്ല. അല്ലല്ല, എന്റെ സ്വന്തം ആങ്ങളെ പോലും ഫോളോ ചെയ്യുന്നില്ല, പിന്നെ ഭർത്താവിനെ പോലും. അതെ, ആങ്ങളെ ഫോളോ ചെയ്യുന്നില്ല, ഭർത്താവിനെ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ആരെ ഫോളോ ചെയ്ത് കണ്ടിട്ടേ ഇല്ല. അപ്പൊ സ്വന്തമായിട്ട് ഒരു അഹങ്കാരി എന്നുള്ളൊരു മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടോ? അഹങ്കാരി അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, ബട്ട് വാട്ട് എക്സാക്ട്ലി ഉണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ചിത്രേനെ ഫോളോ ചെയ്യുന്നു, അപ്പൊ എന്റെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ചേട്ടനെ ഫോളോ, കുറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. എത്ര പേരുടെ ഫീഡ്സ് എനിക്ക് ആദ്യം കിട്ടും? എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യണം, ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ട ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കാണും. അപ്പൊ അത് മാത്രമേ ഫീഡ്സിൽ വരത്തുള്ളൂ, അത് കാണും, എൻജോയ് ചെയ്യും, അതോടെ തീർന്നു. എന്തിനാണ് ആവശ്യമില്ലാത്ത ഫീച്ചർ? ചിലപ്പം എന്നെക്കാളും, അങ്ങനെ അഹങ്കാരം കൊണ്ടല്ല, എന്നെക്കാളും അത്രയും ലൈക്ക് അപ്ഡേറ്റ് അല്ലാത്ത ആൾക്കാർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് കാണുമ്പോൾ ചിലപ്പോൾ എനിക്കും അസൂയയും കുശുമ്പൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ ഒരു നെഗറ്റീവ്നെസ് കൊടുക്കണ്ട. സോ ഐ എം നോട്ട് തിങ്കിങ് ഓർ ചെക്കിങ് അതേഴ്സ് ഫീഡ്സ്. പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ഫീഡ്സ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യും. പിന്നെ നെഗറ്റീവിന്റെ സ്ഥാനത്ത് സെർച്ച് ചെയ്ത് നോക്കും. പിന്നെ കൂടുതൽ നെഗറ്റീവിലോട്ട് തല വെക്കത്തില്ല, വിഷമം വരുന്ന കാര്യങ്ങൾ നോക്കാറില്ല. അത് എപ്പോ മുതൽ പഠിച്ച പാടാണ്? ലൈഫ് ലെസൺസ് പഠിപ്പിച്ച പാടാണ്. അതെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവരും അൺഫോളോ ചെയ്ത് നോക്കാം, അടിപൊളിയാവും ലൈഫ്. അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല, വേണ്ട. എന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നമുക്ക് എന്താണ് കാര്യം? അതും കറക്റ്റ് ആണ്. ഇപ്പൊ എപ്പോ മുതൽ ഈ ഒരു ബോഡി ബിൽഡിങ്, അതായത് ആങ്കറിങ് ചെയ്തോണ്ടിരുന്ന മോഡലിങ്ങും ആ ഒരു ഫീൽഡിൽ നിന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ബോഡി ബിൽഡിംഗ് ആ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. അത് ആ ഒരു ചേഞ്ച് വന്നപ്പോ എത്രത്തോളം ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ട്? ശബ്ദം മുതൽ ലുക്ക് വരെ മാറി. അത് ഞാൻ സൗണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, കിളിനാദമായിരുന്നു. അപ്പം ശബ്ദം മുതൽ ലുക്ക് വരെ മാറിയപ്പം എനിക്ക് മീഡിയയിൽ നിന്ന് തന്നെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വന്നു ആ സമയത്ത്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക്. ബിക്കോസ് എന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഫിലിം അഭിനയിക്കണം, ആങ്കറിങ് ചെയ്യണം. ഫിലിം അഭിനയിക്കുന്ന വെച്ചാൽ ഹീറോയിൻ റോൾ അല്ല, ബട്ട് സ്റ്റിൽ കൈൻഡ് ഓഫ് ഗുഡ് ക്യാരക്ടർ ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ ആവശ്യം നമുക്ക് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആവാം, സക്സസ്ഫുൾ ആയിട്ട് ഐ ക്യാൻ ആക്ട്. അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ എന്ന് വെച്ചാൽ പോലീസ് റോൾ ചെയ്യണം, ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, ഞാനൊരു മൂവിയും ചെയ്തായിരുന്നു ഇടയ്ക്ക്, ഉടുമ്പ് ചെയ്തായിരുന്നു, ഫൈറ്റ് റിലേറ്റഡ് ആയിരുന്നു. അപ്പം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തപ്പം വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക്, അറിയാലോ മീഡിയ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസയ്ക്ക് കുറച്ചധികം കഷ്ടപ്പെടും. നമുക്ക് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത വർക്ക് കിട്ടാൻ കുറേ ടൈം എടുക്കും, അതിനുവേണ്ടി നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ ഫോക്കസ് ഫിറ്റ്നസ്സിലോട്ട് വന്നപ്പം ഐ ആം ഏർണിംഗ് ഗുഡ്, ഐ അപ്ഗ്രേഡഡ് മൈസെൽഫ്. എനിക്ക് തന്നെ സ്വന്തമായിട്ട് ജിമ്മിടാനുള്ള എന്താ പറയാ ഒരു കോൺഫിഡൻസും കിട്ടി. ആൻഡ് അതുപോലെ ഞാൻ 100% ഇരിക്കുന്ന കാരണം എനിക്ക് റവന്യൂവും കിട്ടി തുടങ്ങി. സോ ഐ ഫീൽ ഗുഡ് ആൻഡ് സേഫ്. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് എന്നെ എവിടെയെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ അങ്ങനെയല്ല, രക്ഷപ്പെടാനും പറ്റും. ബോക്സിംഗ് ഒക്കെയാ ഇടിച്ച് തൂഫാനാക്കും. ആരെങ്കിലും ഒക്കെ ഇടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ ലൈഫിൽ, അല്ലെങ്കിൽ തല്ലിട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ തന്നെ സിറ്റുവേഷൻ ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ആലോചിച്ചെന്നറിയോ, നമുക്ക് എളുപ്പമാണല്ലോ ആൾക്കാരെ ഉപദ്രവിക്കാന്നുള്ളത്. നമുക്ക് 2 അടി കിട്ടി കഴിയുമ്പം അതിന്റെ ഹാങ് ഓവേഴ്സും ഇതും എങ്ങനെ ഉണ്ടാവും? മോർ ദാൻ എ ഫിസിക്കൽ പെയിൻ, മെന്റൽ പെയിൻ ആണല്ലോ കൂടുതൽ വരുന്നത്. എന്തിനാണ്? അല്ലാണ്ട് എന്തെങ്കിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഞാൻ കുറച്ച് അമ്പലവാസിയാണ്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ലല്ലോ. തോണ്ടലും ബഹളവും ഇടിച്ചു തൂഫാനാക്കിയിട്ടുണ്ട്. സാരിയിലൊക്കെ പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആൾക്കാർ പെട്ടെന്ന് ആലോചിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട്. തൊഴുന്ന സമയത്ത്, ക്ഷേത്രത്തിൽ തൊഴുന്ന സമയത്ത് സാരി എടുക്കുമല്ലോ, കൈ ഇങ്ങനെ പാവം, കൈയിട്ടവൻ പാവമെന്ന് അത്രേ പറയാനുള്ളൂ. അടിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരാഴ്ച നിന്ന് മുള്ളാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയായിരിക്കും. അടിച്ചു.
എന്നിട്ട് എന്താ പറയാ അത് പുറത്തു അവന് പുറത്ത് പറയാനും പറ്റില്ലല്ലോ. പെൺകുട്ടികൾ തല്ലുന്നു അങ്ങനെ, അതായത് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഗ്രൂപ്പ്. എല്ലാവരും ലൈഫിൽ ഇതുപോലത്തെ പെമ്പിളർ എസ്പെഷ്യലി ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ. എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും നമുക്ക് റോങ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് റിയാക്ട് ചെയ്യാണ്ട് നാട്ടുകാരെ പേടിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട്. 4 ആൾക്കാർ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞ് മാറുന്നവരുണ്ട്. റിയാക്ട് ചെയ്യുന്നവരുണ്ട്. റിയാക്ട് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നവരുണ്ട്. നാട്ടുകാരെ അറിയിച്ച് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. സൈലന്റ് ഞാൻ റിയാക്ട് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു മനസ്സുഖം. അതെ, ഇപ്പോ റിയാക്ഷൻ എല്ലാവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു വരില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ റിയാക്ട് ചെയ്തെന്ന് വരില്ല. അതിന് ശരിക്കും പറഞ്ഞ ഒരു എന്താ റിയാക്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അത് ചെയ്യരുത്. അതാണ് നമ്മുടെ ഫിയർ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യണം. യു നീഡ് ടു റിയാക്ട് ഓൺ റൈറ്റ് ടൈം. അത് നമുക്ക് എപ്പോഴും അലേർട്ട് ആയിരിക്കണം. നമ്മൾ പെണ്ണാകുമ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ അലേർട്ട് ആയിരിക്കണം. പീപ്പിൾ ആർ ലൈക്ക് ദിസ് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവും. ഐ ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പേരൻസ്, സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അതല്ലാണ്ട് വേറെ ആരും ഞാൻ സത്യം പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കും, ഒത്തിരി ഇങ്ങനെ ആലോചിക്കും. ബിക്കോസ് ദിസ് വേൾഡ് എന്നല്ല, പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ അങ്ങനെയാണ്. വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ് എന്നുള്ള കാര്യം എപ്പോഴും അലേർട്ട് ആയിരിക്കും. ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒരു ശ്രീ അയ്യരും ഉണ്ടായിരുന്നു. ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, വൈഫായിട്ടുള്ള. അത് റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴേക്കും എന്തൊക്കെ ഫസ്റ്റ് മനസ്സിൽ വന്നെ, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ തന്നെ ജിമ്മും കൂടി ഇട്ടു. അപ്പൊ എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ ഇറ്റ് ഇസ് ലൈക്ക് ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഐ ട്രൈ ടു ബാലൻസ്. ഇപ്പൊ എനിക്കാണെങ്കിൽ വീട്ടിൽ വേറൊരു സെവനെ വെച്ച് കുക്ക് ചെയ്യാൻ, ക്ലീനിങ് അതൊന്നും താല്പര്യമില്ല. സോ ഐ കുക്ക്, ഐ മാനേജ് ദിസ് ജിം ബിസിനസ്, ഐ ഡു മാർക്കറ്റിംഗ്. എൻ്റെ വീട്ടിലോട്ടും പോകും, എൻ്റെ വീട്ടുകാരുടെയും കാര്യങ്ങൾ നോക്കും, അവിടെയും ചില സമയം കുക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കും. എല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പക്ഷേ ഐ ക്യാൻ മേക്ക് ഇറ്റ് എന്നുള്ളൊരു ഫ്ലോ വന്നു. അപ്പോൾ ഐ ഫീൽ സോ ഗുഡ്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നേരത്തെ സിംഗിൾ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എണീക്കാൻ വേണ്ട സമയത്ത് അപ്പം കുക്ക് ചെയ്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. ഇപ്പം അങ്ങനെയല്ല. ഞാൻ കഴിക്കുന്ന സമയത്ത് അവൻ കഴിച്ചോ, അവൻ വിശക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാനിപ്പോ ഞങ്ങൾ ചിലപ്പോൾ പിണക്കമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ടൊക്കെ നിൽക്കും. ഇല്ല, ഉണ്ടാക്കി വെച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ടൊക്കെ നോക്കും. നിങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ മറ്റേ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയാണ്? കമ്പാരിറ്റീവ്ലി നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിയുന്നതും ഹെൽത്തി. ഞാൻ ബീഫ് കഴിക്കത്തില്ല, ഫിഷ് കഴിക്കത്തില്ല. അപ്പം ബീഫ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്യും, ടേസ്റ്റ് ചെയ്യാണ്ട് കുക്ക് ചെയ്യും. ഞാൻ കാറ്ററിംഗ് ഫാമിലി എന്നാണല്ലോ, അച്ഛൻ കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഐ നോ സംതിങ്. തരക്കില്ല, ഇല്ല പാവം ടേസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല, എന്തെങ്കിലും കൊടുത്താൽ കഴിച്ചോളൂ. അപ്പൊ അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മതി, അങ്ങനെ വേണം. ഇത് കാണിക്കണ്ട കേട്ടോ, കാണിക്കണം. അല്ല ഇത് വരുമ്പോ കാണിക്കണ്ട. അതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പൊ എന്താ പറയാ, ബാക്കി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവരെ ഗൈഡ് ചെയ്യാനും പറ്റുമല്ലോ. ഓക്കെ, അപ്പോ ഈ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതല്ലോ, ജിമ്മിലൊക്കെ ചേരാൻ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടായിരിക്കും വരിക. ചില ആൾക്കാര് എന്താ ഡ്രഗിന് ഒരു ഡ്രഗ് അഡിക്ഷൻ മാറാൻ വേണ്ടിട്ട് അല്ല വരാറുണ്ട് ആ ഒരു ടൈമിലൊക്കെ. അതായത് മെന്റലി ഭയങ്കര വീക്കായിട്ട് ഇരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഇതിനകത്തേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിനോട് എന്താ ചേച്ചിയുടെ ഒരു അഭിപ്രായം? അതൊരു ഫിറ്റ്നസ് കോച്ച് എന്നുള്ള ഈ രീതി ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വെരി റയർ ആയിട്ട് മാത്രമേ ആൾക്കാർക്ക് ഡ്രഗ് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും പോലും റീച്ച് ആവുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള അവസരം കിട്ടുന്നില്ല. ഫസ്റ്റ് മെഡിസിൻ പുറത്തു വരാനുണ്ടെങ്കിൽ ഫസ്റ്റ് മെഡിസിൻ ഫിറ്റ്നസ് ഓൺലി. അത് ദാറ്റ് വിൽ ചേഞ്ച് യുവർ മൈൻഡ്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം സിഗരറ്റ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദെയർ ആർ ലോട്ട് ഓഫ് ഹെൽപ്പ് ലൈൻസ്. അതുപോലെ ഡ്രഗ്സിനും ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, നമുക്ക് കൗൺസിലിംഗ് ഉണ്ട്, സൈക്കാട്രിക് മെഡിസിൻസ് ഉണ്ട്. ബിക്കോസ് ദിസ് വിൽ ലീഡ്സ് ടു ഡ്രഗ് ഇപ്പോൾ നമ്മൾ നിർത്തി കഴിയുകയാണെങ്കിൽ ദിസ് വിൽ ലീഡ്സ് ടു ഡിപ്രഷൻ, സൂസൈഡ് ടെൻഡൻസീസ്, പിന്നെ നമുക്ക് ഒരു സൈക്കോട്ടിക് ബിഹേവിയേഴ്സ്, ഇതൊക്കെ വരും. അതിൻ്റെ ഫസ്റ്റ് മെഡിസിൻ ഇസ് ദസ്. അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു റീച്ച് എ ഡോക്ടർ ഒരു ഹെൽപ്പ്. ഈ എത്രത്തോളം ഒരു കൗൺസിലിംഗ് ഒക്കെ വർക്ക്ഔട്ട് ആവും? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ കാര്യമേ റിപ്പീറ്റ് ചെയ്ത് അത് നമ്മൾ ആക്ച്വലി ഒരു ഫസ്റ്റ് 2 സെഷൻസ് ഒക്കെ നമുക്ക് വെരി ബാഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. എന്തിന് ഈ പറഞ്ഞ കാര്യം തന്നെ, ദാറ്റ് വിൽ വർക്ക്. നമുക്ക് ആക്ച്വലി പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ ആക്സസ് ലൈക്ക് സൂസൈഡ് ടെൻഡൻസി ആണെങ്കിൽ പോലും കുറവായിരിക്കും. ഇപ്പം നമുക്ക് സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആളില്ല. പക്ഷേ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലിസണേഴ്സ് ആണ്. നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വി ഫീൽ കംഫർട്ട്. നമ്മുടെ ഭാരം അങ്ങ് ഇറങ്ങി വെക്കും. ദാറ്റ് മേക്സ് യു കംഫർട്ട്. സോ യു ഷുഡ് ട്രൈ
കൗൺസിലർ. ഞാൻ പറയുന്നത് നോർമൽ ലൈഫ് നമുക്കാണെങ്കിൽ പോലും, ഇപ്പൊ എനിക്കാണെങ്കിലും ഡിപ്രഷൻ ഉണ്ട്. ഐ എം സീക്കിങ് എന്താണ് ഒരു കൗൺസിലർ. ഇപ്പൊ എനിക്ക് ഒത്തിരി സ്ട്രെസ് താങ്ങാൻ വയ്യ, ഞാൻ വീട്ടിൽ വയലന്റ് ആയി ഒത്തിരി ഓവർ ആവുന്നു തോന്നുമ്പോൾ തന്നെ ഐ വിൽ ഫൈൻഡ്. അപ്പൊ അത് ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ഫോർ മൈ ട്രീറ്റ്മെന്റ് തിങ്സ്. ഒരു ഭാരം ഇറക്കി വെക്കുന്ന പോലെ, ഒരു കുമ്പസാരം കഴിയുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിച്ചാൽ, അതായത് ഇപ്പം നടീനടന്മാര് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പം ഒരുപാട് മീഡിയാസിലൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടൊക്കെ ചേച്ചിക്ക് അഭിപ്രായം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കാണുന്നതാണ് എപ്പോഴും, അല്ലെങ്കിൽ അവരൊക്കെ, അതായത് അവരൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ചെയ്ത് നമ്മൾ നിൽക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ എൻ്റെ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ആൾക്കാർക്ക് പേടിയുണ്ടാവും. പേടിച്ചാണ് ആൾക്കാർ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഇത് അറിയാത്ത ആൾക്കാരെ കുറച്ചും കൂടെ കൗതുകം, ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, വൈ കാൻ വി ട്രൈ എന്നുള്ള സാധനം. ഇത് എപ്പോഴെങ്കിലും തോന്നുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇവർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല ആളുടെ അടുത്താണ് ഞാൻ ഡമ്പല് കൊടുത്തത്. അപ്പം അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൂടെ കിട്ടും. അപ്പൊ ഇത്രയും വലിയ നാഷണൽ ന്യൂസസ് അല്ലെങ്കിൽ ഇത്രയും വലിയ എന്താണ് ഹെവി ന്യൂസ് ആക്കാൻ പാടില്ല എന്നാണ്. ഇത് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക, ഇതിന്റെ അവയർനെസ് കുറച്ചും കൂടെ കൊടുക്കുക എന്നാണ്. ഇപ്പൊ നമ്മളിപ്പം ആൽക്കഹോൾ അഡിക്ഷനും നമ്മളിപ്പം തിയേറ്ററിൽ കാണുമ്പോൾ ഈ സിഗരറ്റ് സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇതുപോലെ ഈ ഡ്രഗ്സിനും ഇതിൽ നിന്ന് പുറത്തു വരാൻ വെരി കോമൺ ആയി, ലൈക്ക് സിഗരറ്റ് പോലെ വെരി കോമൺ ആയി. അപ്പൊ അതിനുള്ളൊരു അവയർനെസ് കൊടുക്കുക. ഓരോ ഡ്രഗ്സിന്റെ എഫക്ഷൻ ലൈക്ക് എന്താണ്, ലൈക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, സോറി, ഇത് ആൾക്കാർക്ക് മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പൊ നമുക്ക് തന്നെ എന്താ പറയാ, ഇത്രയും സാധനങ്ങൾ ഇത് കാരണം കിട്ടുന്നുണ്ടോ? ബിക്കോസ് അതിന്റെ ന്യൂസിലൊക്കെ ഞാൻ കേട്ടായിരുന്നു, ഇതെടുത്താലേ ഇത്രയുള്ള ഇത് കിട്ടത്തുള്ളൂ, പവർ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. ഇത് പീപ്പിളിന് ഒരു സാധാരണ ഒരു മിഡിൽ ഏജ് ഒരു ടീനേജറിന് കിട്ടുന്ന ഒരു മോട്ടീവ്. ഓഹോ അങ്ങനെയാണോ, വൈ കാൻ വി ട്രൈ, അങ്ങനത്തെ ഒരു സാധനം കിട്ടും. അപ്പൊ ഇത്രയും പബ്ലിസൈസ് ചെയ്ത് അറിയാത്തവരെ കൂടെ അറിയിക്കുന്നുണ്ട് ദിസ് തിങ്സ്. അപ്പം ഇവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നും. ഇതൊക്കെ ചിലപ്പോൾ ഇനി അവൈലബിൾ ആവത്തില്ലായിരിക്കും ഇത്രയും വലിയ കാര്യങ്ങളായത് കാരണം. എന്നാലും ദേ ഹാവ് എ ടെൻഡൻസി, ദേ വോണ്ട് ടു ട്രൈ എന്നൊരു ടെൻഡൻസി വരും. പക്ഷേ വാട്ട് വി വോണ്ട് ടു ഡു ഇസ് ലൈക്ക് മോർ ദാൻ ഈ ചുമ്മാ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ മാരത്തോണും അവിടെ പബ്ലിക് ഇവന്റും മന്ത്രിമാർ വന്ന് ന്യൂസിൽ വന്ന് പറയുന്നതിന് മാറ്റിയിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഹൗ യു ക്യാൻ കം ഔട്ട് സൈഡ് ഫ്രം ദാറ്റ്, അല്ല അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ, അല്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ്, അല്ലെങ്കിൽ ആൾക്കാരെ ഫിറ്റ്നസ്സിലോട്ട് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക. അല്ലാണ്ട് പോലീസുകാർ വന്ന് വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അതിന് പകരം അതും ഒരു സൈഡ് നടക്കണം. അറ്റ് ദ സെയിം ടൈം ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. അല്ലാണ്ട് തിയേറ്ററിൽ വരിക സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ദിസ് കോസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന പോലെ അത് മാത്രമല്ലാണ്ട് ഹൗ വി ക്യാൻ ഹെൽപ്പ് പീപ്പിൾ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് കൂടെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, മോർ ദാൻ ദിസ് നാഷണൽ ന്യൂസ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഫിലിം ഫീൽഡിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും സ്ത്രീകൾ ഒട്ടും സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ചേച്ചിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവത്തേ ഇല്ലായിരിക്കും. അതിപ്പോ ഓക്കെ, ഈവൻ ഐ ഹാവ് ഫേസ്ഡ്, ഞാൻ മീഡിയയിൽ ഇരുന്ന സമയത്ത്, മീഡിയ എന്ന് മാത്രമല്ലടോ, ലൈക്ക് എല്ലാ ഫീൽഡിലും പെമ്പിള്ളേർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം എൻ്റെ ടീനേജിൽ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ പോയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന സാർമാർ അല്ലെങ്കിൽ അയൽവാസികൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ബാഡ് ടച്ച് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സാധനങ്ങൾ. പക്ഷെ ഇപ്പം ഐ എം വെരി ബോൾഡ് ദാറ്റ് ഐ നോ ദാറ്റ് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നു. അത് കാരണം ആരും എൻ്റെ അടുത്ത് റോങ് അപ്രോച്ച് ചെയ്യാറില്ല. When you are bold, no one can touch you, man. Trust me. ഈ എന്താ പറയാ മസിലും അതൊക്കെ കാണുന്ന മസിലൊന്നുമല്ല, ഞാൻ അടിച്ച് നോക്കൗട്ട് ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്. വെച്ചാ ആണുങ്ങൾക്ക് മസിലൊക്കെ കാണുമ്പോഴേക്കും, ആണുങ്ങളുടെ മസിലൊക്കെ കാണുമ്പോ പെൺകുട്ടികൾ പറഞ്ഞ അടിപൊളി ക്രഷ് തോന്നും. അങ്ങനെയൊക്കെ പെൺകുട്ടികളാരെങ്കിലും വന്ന് ചേച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്? അതാ ഞാൻ പറയാൻ വന്നത്. അത് ആണുങ്ങൾ മാത്രമല്ല, പെൺപിള്ളേരെ കാണാനും പറയാറുണ്ട്. എന്താ പറയാറില്ല? അതൊരു അതെന്താ പറയാ, ഇത് എനിക്ക് ഇനി ഫിറ്റ്നസ്സോ സയന്റിഫിക്കലി സംസാരിക്കുമ്പം ഇപ്പം നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എനിക്കിപ്പം ഈസ്ട്രോജനും ഉണ്ട്, ലൈക് ഫീമെയിൽ ഹോർമോൺ എന്ന് പറയും, ടെസ്റ്റോസ്റ്റെറോണും ഉണ്ട് എൻ്റെ ദേഹത്ത്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക്. അതുകൊണ്ടാണ് ആണുങ്ങൾക്കും അപ്രോച്ച് ഫീൽ ചെയ്യാറുണ്ട്. അത് വി ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. ഇഫ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ പറയാടേ അങ്ങനെ നോക്കണ്ട, ഞാൻ അങ്ങനെ, ഞാൻ വളരെ സ്ട്രൈറ്റ് ആണ്. ഞാൻ അങ്ങനെയല്ല. അല്ല, അങ്ങനെ അത് മോശമായിട്ട് ഞാൻ പറയാറില്ല. അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ കംഫർട്ട് ദം. യു ആർ മൈ ഗുഡ് ഫ്രണ്ട്, യു വിൽ ബി ഓൾവേസ് മൈ ഗുഡ് ഫ്രണ്ട്. പക്ഷെ ഐ എം വെരി സ്ട്രൈറ്റ്. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പോരാത്ത ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ സേഫ് സോൺ എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. എപ്പോഴും താലി ഒരു ബലം തന്നെയാണ്. ഇപ്പൊ നമ്മള്
കൊച്ചിൻ മറന്നു ഇതൊക്കെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് വന്നിട്ട് DM-ൽ വന്നിട്ട് സംസാരിക്കാറുണ്ടോ, എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ? ദാറ്റ് ഈസ് ദെയർ. അവർക്ക് ഇഷ്ടമായതുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കാരണം മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാർ ഫിറ്റ്നസ് അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ അറിയാലോ മറ്റു ചോദ്യങ്ങൾ. ഓ അതൊക്കെ ഉണ്ട്. അതൊക്കെ മെസ്സേജസും ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ ആണുങ്ങള് പെൺപിള്ളേർത്ത് മറ്റേ അല്ലാത്ത മെസ്സേജ് അയക്കുമല്ലോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അതൊന്നല്ല, അതൊക്കെ മേലെ. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് തെറ്റാണോ എന്ന് ചോദിച്ചാല് ഇപ്പൊ അങ്ങനെ എടുക്കുന്നവർ ഇപ്പൊ തെറ്റുമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. അവർക്ക് അത്രയും പുറത്ത് പറയാൻ പറ്റില്ല, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഫോട്ടോസ് ഇടും, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടിട്ടായിരിക്കും ആയിരിക്കാം. അങ്ങനെയാണ്. പിന്നെ എന്താണ്, ഫിറ്റ്നസും കൂടെ ആയപ്പോഴേ എനിക്ക് ഇവിടെ കുറയണം, എൻ്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ എല്ലാ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ ഷോക്കായി പോയിട്ടുണ്ട്. ദാറ്റ് ഹാപ്പൻസ് മാൻ. ഇപ്പൊ ഞാൻ അത് ആ ജെൻഡറിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവരുടെ ഫീലിങ്ങിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പൊ എനിക്ക് കോൺവെർസേഷൻ ഞാൻ മാക്സിമം അത് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കൂല. ഇപ്പൊ പിന്നെയും ശല്യപ്പെടുത്തും. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ കുറേ മെസ്സേജ്, ചേച്ചി പ്ലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇങ്ങനെ മരിച്ച് പെമ്പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇതുപോലത്തെ വരുമ്പം ഞാൻ റിപ്ലൈ കൊടുക്കും. ഐ എം നോട്ട് ഇൻ ദാറ്റ് കേസ്, പ്ലീസ് ലീവ് മീ എന്ന് പറഞ്ഞിട്ട് കമ്പനി പുറത്ത്. ഇതെന്ത് സംഭവം? ഇത് ആക്ച്വലി എന്റെ ഫേവറേറ്റ് സ്ഥലമാണ്, ഡെഡ് ലിഫ്റ്റ് പ്ലാറ്റ്ഫോം ആൻഡ് സ്ക്വാട്ട് ട്രാക്ക്. ചെയ്യോ? ഞാൻ ചെയ്യണില്ല, എനിക്ക് കൈവേദനയാ. ഇതാ എനിക്ക് കൈവേദന. ഓ, ഇവിടെ ഷൂട്ട് വരുന്നത് പറയുമ്പോ തന്നെ കൈവേദന വരും. കൈവേദനയാ. ഞാൻ വേണമെങ്കിൽ നോക്കി നിക്കാം. നോക്കിയൊന്നും നിക്കണ്ട, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ സിമ്പിളാ, എനിക്കറിയാം. സ്ക്വാട്ട് ചെയ്തില്ലേ? ഞാനാ ഇത്രയൊന്നും പോകാൻ 20ന്റെ ബാർ എടുക്കത്തില്ലേ? ഇത് 20ന്റെ ബാറാ. 20ന്റെ ബാറാ. ഇതാ കേറ്. വല്ലപ്പോഴും ഒക്കെ ജിമ്മി കേറല്ലേ. പിടിക്ക്. ഇത് വരണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിടിക്ക്. പിടിക്കണേ. എടുക്ക്. വാ, മുതുകത്ത് വെച്ചോ. എടുത്ത് ബാക്കിലോട്ട് ഇരിക്കും. അയ്യോ, മൊബൈൽ എഴുന്നേക്കാൻ പറ്റോ? വിട്ടോട്ടെ. ധൈര്യത്തിൽ വിട്ടോ. മൊബൈൽ ഇരിക്കുന്നോണ്ടാ, പോക്കറ്റില് ഇല്ലെങ്കിൽ ഞാൻ കലക്കിയേനെ. അല്ലെങ്കിൽ ഇപ്പൊ മൊബൈല് പോക്കറ്റില് ഇല്ല. എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ തകർന്നു. നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് ചെറുതാ. ട്രെയിനിങ്ങിന്റെ സമയത്ത് ചെയ്യുന്ന ആ സമയം വൃത്തിക്ക് ചെയ്യണം. നമ്മൾ അത്രയും കഴിക്കുന്നുണ്ട്, നമ്മളാരും ചെയ്യാത്തതുകൊണ്ടാണ് പകുതിയും അസുഖങ്ങളിലോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ എൻ്റെ ഒരു ക്ലയന്റ് പറയുന്നുണ്ടായിരുന്നു, ക്ലയന്റിന്റെ ഫ്രണ്ടിന് ഹീസ് ജസ്റ്റ് 38 ഏജ്, രണ്ട് പിള്ളേരും ഉണ്ട്. ഈ മറ്റേ ലൈക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ഫസ്റ്റ് അറ്റാക്ക് വന്ന് മരിച്ചു. എന്തുകൊണ്ട്? ലൈക്ക് നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ടൈം ഫോർ അവർ സെൽഫ്. അതാണ് മെയിൻ തിങ്. ഇപ്പൊ ചെറിയ, അതായത് ഇത്ര യങ് ആയിട്ടുള്ള കുഞ്ഞു പിള്ളേർക്ക് പോലും ഷുഗർ വരുന്നുണ്ട്. നമ്മള് പണ്ടത്തെ പോലെ ഓടിക്കളിച്ച് നടക്കുന്ന പിള്ളേരല്ല. പിള്ളേർക്ക് ഒരു എന്താണ്, ഓടിക്കളിച്ച് സാറ്റ് കളിക്കാൻ പോലും സ്ഥലമില്ലാത്ത കാലം. അപ്പൊ അതിന് ഇത്രയും ജങ്ക് ഫുഡും കൊടുത്ത് ഇത്രയും പ്രശ്നങ്ങളാക്കി. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ എന്താണ്, വർക്ക് ഫ്രം ഹോം സ്ട്രെസ് അല്ലെങ്കിൽ ജോബ് സ്ട്രെസ്. പണ്ടൊന്നും ഇത്രയും പൈസയൊന്നും ആവശ്യമില്ല ജീവിക്കാൻ. ഇപ്പൊ അത്രയും പൈസയുടെ പിറകിലാണ് നമ്മൾ ഓടുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. സ്ട്രെസ് വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കുറച്ചുകൂടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ട്രാവലിംഗിന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അത് വിട്ടിട്ട് ഇങ്ങനെ ജങ്ക് തിന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, വർക്ക് ഒക്കെ ആണെങ്കിൽ IT റിലേറ്റഡ് വർക്ക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കസേര തന്നെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം എന്താ പറയാ, ഇപ്പം നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഒരാൾ ഇങ്ങനെ മരിച്ച ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറോണ വാക്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കൊറോണ വന്നു പോകുമ്പോൾ മെയിൻ തിങ് കൊറോണ എന്താണ്, നമുക്ക് ശ്വാസകോശത്തിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ലങ്സ് വീക്ക് ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കാണ്ട് സ്റ്റാർട്ട് സ്ലോ, ലങ് കപ്പാസിറ്റി ബെറ്റർ ആക്കാൻ നോക്കുക. ആദ്യം തന്നെ ഭയങ്കര കോപ്രായങ്ങളും ചിൽ ഗേൾസിനെ കണ്ടു, ചിൽ ബോയ്സിനെ കണ്ടു എന്ന് പറയുന്ന ഷോ കാണിക്കാണ്ട് സ്റ്റാർട്ട് സ്ലോ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു മെയിൻറ്റെയിൻ യുവർ ഡെയിലി ഫിറ്റ്നസ്. ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും ബോഡി ബിൽഡിംഗ് ചെയ്ത് കട്ട മസിൽ വരുത്തിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പല്ല് തേക്കുന്നു കുളിക്കുന്നത് പോലെ നമുക്ക് ഫിറ്റ്നസ്സും ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ മെയിൻ പാർട്ട്. ഫുഡ് കഴിക്കുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല. അപ്പം ആ കഴിക്കുന്നിടത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ദാറ്റ് ഈസ് ബേസിക് റൂൾ. പക്ഷെ നമുക്ക് ആരും ചെയ്യാറില്ല. ഈ കൃത്യമായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമ്മളിപ്പോ നേരത്തെ പോർഷൻ സൈസ് നോക്കി കഴിക്കുക. റിവേഴ്സ് ദി പ്ലേറ്റ് കോൺസെപ്റ്റ്. അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ ചോറിട്ടിട്ട് കുറച്ച് ഇതൊക്കെ കയ്യിലിടുക, അത് തിരിച്ചെടുക്കുക. കുറച്ച് ചോറിട്ടിട്ട് ബാക്കിയുള്ള പിന്നെ ആൾക്കാർക്ക് ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ മുട്ട എത്ര എണ്ണം കഴിക്കണം, ഇത്രയും മുട്ട, അങ്ങനെയല്ല. നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് നോക്കണം. നമ്മുടെ ഇന്ത്യൻസിനെ ഫുഡിൽ ഏറ്റവും
നമുക്ക് കിട്ടാത്ത സാധനം എന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ഒബീസായിട്ട് പോകുന്നത്. നോക്കണേ ഈ എന്താ പറയാ മുട്ട കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ പറയും ഞാൻ ഉണ്ണി കഴിക്കത്തില്ല കൊളസ്ട്രോൾ വരും എന്നുള്ള രീതി. അത് ആക്ച്വലി വലിയ പോർഷൻ സൈസ്. ഇപ്പം ഞാനിപ്പം ഒരു 15 മുട്ട ഒരു ദിവസം കഴിക്കും. അതായത് ഈ യോക്ക് ഉൾപ്പെടെയാണോ? അല്ല, അതാണ്. അപ്പൊ ഞാൻ ഇത്രയും നമ്പേഴ്സ് കഴിക്കുന്ന സമയത്ത് 5 വെള്ളയ്ക്ക് ഒരു മഞ്ഞ, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ആകെ കൂടെ 2 മുട്ടയെ എടുക്കുന്നുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് മഞ്ഞ കഴിക്കാം. ദാറ്റ് ഈസ് ഓൾസോ പ്രോട്ടീൻ ആൻഡ് ദാറ്റ് ഈസ് എ ഗുഡ് ഫാറ്റ്. അത് കളയേണ്ട ആവശ്യമില്ല. അത്ര നമ്പേഴ്സ് കൂടുന്ന സമയത്ത് ഇത്രയും കഴിക്കണ്ട ആവശ്യമില്ല. എപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക. കമ്പൽസറി. നമ്മൾ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു പോർഷനാണ് നമ്മൾ ഡയറ്റീഷ്യനെ ന്യൂട്രീഷനിസ്റ്റിനെ പോയി കാണുന്നത്. എല്ലാ 3 മാസം കൂടുമ്പോഴെങ്കിലും പോയി നോക്കുക, നമ്മുടെ ബ്ലഡ് ചെക്കപ്പ് നോക്കുക, നമ്മുടെ ബ്ലഡ് വാല്യൂസ് കൂടുതൽ കുറവുണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാരും നോക്കാറില്ല. എന്തിന്, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, ഒത്തിരി വയ്യെങ്കിൽ മാത്രമേ ബ്ലഡ് ചെക്കപ്പ് നോക്കാറുള്ളൂ. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഒത്തിരി കേടാണ്, നോക്കണം. നമുക്ക് നോർമലി തന്നെ നമുക്ക് വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി, ഡി ഡെഫിഷ്യൻസി ഒക്കെ വരാറുണ്ട്. നമ്മൾ ഈ നോക്കാത്തതുകൊണ്ടാണ് വലിയ അസുഖങ്ങളായിട്ട് പോകുന്നത്. അതിന് പല പല സിംറ്റംസും കാണിച്ചു തുടങ്ങുമ്പോഴേ വയ്യാണ്ട് പടമാവുന്ന സമയത്തായിരിക്കും നമ്മൾ പോയി കാണുന്നത്. അത് ചെയ്യരുത്. റെഗുലർ ആയിട്ട് പോയി കാണിക്കുക. ഞാൻ ആദ്യം കാണിച്ചു തരാം. കണ്ടപ്പോ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? ഇതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കൊള്ളാല്ലേ? അതല്ല, അത് ഞാൻ അങ്ങനത്തെ തിരിക്കാനുള്ളതല്ല, അതിനുള്ളതല്ല. അത് ആക്ച്വലി വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ നേരത്തെ അവെയർ ആയിട്ട് ഞാൻ പോകും. ബിക്കോസ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ അലേർട്ടായി. ബിക്കോസ് വൺ സൈഡ് ഒരു 100 കിലോ ഒരു പെങ്കൊച്ച് ചെയ്യായിരുന്നു. 200 കിലോ അടിക്കുന്ന സമയത്ത്, വെയിറ്റ് എടുക്കുന്ന സമയത്ത് പോണിറ്റെയിൽ കെട്ടിയിട്ട് മുടിയുടെ കിടക്കാൻ. നമ്മുടെ മുടി എപ്പോഴും ഭയങ്കര സിൽക്കി അല്ലേ? അപ്പൊ ഫ്രീ ബാർ ആണെങ്കിൽ പോലും ഇങ്ങനെ തെന്നിപ്പോയി കൊച്ചി ഇങ്ങനെ വീഴും കഴുത്തെടുത്ത്. കൊള്ളാല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? മുടി ബാക്കിൽ ഷോ ഒക്കെ ആവാം ജിമ്മില്, പക്ഷെ എപ്പോഴും സൂക്ഷിച്ചു വേണം. ഓക്കെ, എടുത്ത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പം എൻ്റെ ബോഡിയിലാണ് വെയിറ്റ് ഇരിക്കുന്നത്. ബാക്കിലോട്ട് ഇരുന്ന് എണീക്കുക. ഇതിന്റെ മെയിൻ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സെയിം മൊബിലിറ്റിയാണ്. നമ്മുടെ ലൈഫ് ഒത്തിരി മാറിയതാണ്. നമ്മൾ എന്നാണോ ഇന്ത്യൻ ടോയ്ലറ്റിൽ നിന്ന് വെസ്റ്റേൺ ടോയ്ലറ്റിലോട്ട് പോയി, അന്നാണ് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഇല്ലാണ്ടാകുന്നതും ബാക്ക് പെയിനും ലെഗ് പെയിനും. നോക്കട്ടെ നിന്റെ മൊബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ മറ്റേ യൂറോപ്യനാണ്. പോട്ടെ, പിടിച്ചേ. ബാക്കിൽ നിൽക്കണോ? ബാക്കിൽ നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്കറിയാം. എങ്ങനെ കാലിങ്ങനെ വീ വെച്ചേ. ഇത് ഉള്ളിലോട്ട് വരട്ടെ. ഇനി സ്ട്രെയിറ്റ് നോക്കിയേ. ഇനി ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന പോലെ ബാക്കിലോട്ട് ഇരുന്നേ. അവിടെ വേണ്ട, കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങിക്കേ. 1 സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങിക്കേ. ഇനി ഇരുന്നോ. ലുക്ക് സ്ട്രെയിറ്റ്, നേരെ. ഇനി ഇരുന്നോ, ബാക്കിലോട്ട് ഇരുന്നോ. ധൈര്യത്തിൽ ഇരുന്ന് എണീറ്റേ. ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ ഇരുന്നേ. ഇത്രയേ ഉള്ളൂ, മതി. വെച്ചോ. മതിയല്ലേ? എടുത്തോളൂ. ഇതൊക്കെ എന്ത് അടുത്ത പ്രാവശ്യം കൂടുതൽ വെയിറ്റ് വരും. ഓക്കെ, ഇനിയിപ്പോ എന്തൊക്കെയാണ് ഈ ജിമ്മില് അടുത്ത പ്ലാൻസ് ഒക്കെ? ഇനിയിപ്പോ വേറെ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ? ഞാൻ ആക്ച്വലി ഒരു എൻ്റെ ഒരു ഫിറ്റ്നസിന്റെ ലൈക് മെഷീനറീസിന്റെ ഒരു ബ്രാൻഡ് എന്ത് തുറന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ട്രിവാൻഡ്രത്ത്, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആണല്ലോ. ഇപ്പം കൊച്ചിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫുഡിന്റെ സാധനം. എൻഡ് ഓഫ് ദി ഡേ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഫുഡാണല്ലോ. അപ്പം ഫുഡിനുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പൊ സാധാരണ നമ്മള് എന്താ പറയാ, സിനിമ ഫീൽഡിലൊക്കെയുള്ള കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ വേറൊരു വെറൈറ്റി സാധനം ചോദിക്കട്ടെ. ഫിറ്റ്നസ് കൗച്ച് എന്നാണ്. അതെന്താ അറിയോ, ഞാൻ കേട്ടിട്ടുണ്ട്. നീയാണോ ചോദ്യം ചോദിക്കുന്നില്ല ആള്? പറഞ്ഞോ. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പം നമ്മൾ പല കോമ്പറ്റീഷൻസിലെയും ടൈറ്റിൽ വിന്നർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. അപ്പം ആരെങ്കിലും ജഡ്ജസോ അങ്ങനെ ആരെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ ഞാൻ തരാം എന്ന് പറഞ്ഞോ? അതായത് നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാൻ പേടിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. ഒരു ആണും പെണ്ണും ഉണ്ടോ അവിടെ സ്പാർക്ക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വിശ്വസിക്കാൻ കൊള്ളില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ജഡ്ജാണ്. ഞാൻ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഞാൻ വൃത്തിയാണ് പറയുന്നത്. എങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. ഒരു കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ്? ഐ ബിലീവ് ഇൻ ലൈക്ക് ലവ് ആൻഡ് കണക്ഷൻ. ഓരോരുത്തർ ഓരോ പോലെയല്ലേ? ശരി, അത് കിടക്കട്ടെ. ഞാൻ വേറൊരു, എനിക്കറിയത്തില്ല ഇത് പറയാൻ പോകുന്നത്. എന്തായാലും ഞാൻ വേറൊരു അസോസിയേഷനിൽ എന്നെ ഫസ്റ്റ് ജഡ്ജായിട്ട് വിളിച്ചിട്ടുണ്ടായി. ഞാൻ ജഡ്ജ്മെന്റിന് പോയിട്ടുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പം, അവിടെ നിന്ന് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങുക,
അപ്പോൾ ഐ വാസ് വണ്ടറിങ് ഹൗ ഹീ ക്യാൻ ആസ്ക് മീ എന്ന്. അതും ഞാൻ സൗത്ത് ഇന്ത്യയൊക്കെ അടിച്ച് നെക്സ്റ്റ് ഇയറിൽ ഞാൻ ജഡ്ജ്മെന്റിന് പോവാം. അപ്പം ജഡ്ജ്മെന്റ് കാർഡ് നെക്സ്റ്റ് ഒരു ഷോയ്ക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ടൈറ്റിൽ എടുക്കാം, ജഡ്ജ്മെന്റ് കാർഡ് ഭയങ്കര രീതിയിൽ ചെയ്യാം. അപ്പം ഐ വാസ് വണ്ടറിങ് എനിക്കതിൻ്റെ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, ഇത് നമ്മളൊരു പാഷനായിട്ട് ഇറങ്ങുക. അപ്പം സെയിം കാസ്റ്റിംഗ് കൗച്ചിൽ നമ്മൾക്ക് ഈ ഫിലിമിൽ കാണുന്ന കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെയാണ് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യ ടൈറ്റിൽ ചെയ്യിപ്പിക്കാം തന്നെ, അങ്ങനെ ആക്കി തരാം, ഫിറ്റ്നസ്സിൽ മറ്റേതാക്കി തരാം. എന്ത് കാര്യമായിരിക്കുന്നു പീപ്പിൾ ഡൂ ദാറ്റ്. അത് ആക്ച്വലി നോട്ട് ജസ്റ്റ് മീഡിയ. ഞാൻ മനസ്സിലാക്കിയത് മീഡിയ ഫിറ്റ്നസ് ഒന്നും അല്ല, എല്ലാ രീതിയിലും എങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അത് നമ്മൾ അലേർട്ടായിരിക്കുക, നമ്മൾ ആ കുടിക്കകത്ത് വീഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം യു ക്യാൻ ചൂസ്. ഐ ക്യാൻ ചൂസ് ആക്ച്വലി. എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ പോവാണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നറിയോ, ഇതുപോലെയൊക്കെ വഴികളിൽ പോയി കഴിഞ്ഞാലും കൂടിപ്പോയ ഒരു 10 years അല്ലെങ്കിൽ 15 years നമ്മൾ കാണാൻ കൊള്ളാവുന്ന വരെ പീപ്പിൾ വിൽ സെലിബ്രേറ്റ് അല്ലേ. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, മെമ്മറീസിൽ എന്ത് മെമ്മറീസ് ഉണ്ടാവും ഇതുപോലെയൊക്കെ. അത് കാരണം ഉള്ള സമയത്ത് ബി ട്രൂത്ത്ഫുൾ ആൻഡ് ഡു സംതിങ്. എന്താണ് നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ കുറച്ച് വയസ്സായിട്ട് കാണിക്കാത്ത നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ചിലപ്പോൾ വയലന്റ് ആയിട്ടുണ്ടാവും, വേഴ്സ്റ്റ് ലൈഫ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ വൺസ് ദാറ്റ് ഈസ് കോൾഡ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ബെറ്റർ ലൈഫ് ചൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ടുള്ള ഡെത്ത് ഉണ്ടാവും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് പോണതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ വയറ് ഞാൻ എങ്ങനെ കുറയ്ക്കും? തീറ്റ കുറയണം. സിമ്പിൾ ആയിട്ട് പറ, വർക്ക്ഔട്ട് ചെയ്ത് മാറ്റാം. ഫുഡ് ഞാൻ കുറയ്ക്കാം, പക്ഷെ എന്തെനിക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും? വീട്ടിൽ വെച്ചാൽ ബാലൻസ് യുവർ ഫുഡ്. അതായത് നമ്മളിപ്പം കോമ്പറ്റീഷൻ ട്രെയിനിങ് ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന സാധനങ്ങൾ ബാലൻസ് ചെയ്ത് കഴിക്കുക, സമയത്തിന് കഴിക്കുക. നമുക്കിപ്പം നമ്മുടെ ഫുഡ് കോൾ എന്ന് പറയുന്നത് 2.5 മണിക്കൂർ 3 മണിക്കൂറാണ്. ആ സമയത്ത് മീഡിയം ആയിട്ട് ലൈക്ക് വലിച്ചു വാരി ഒന്നിച്ചടച്ച് ജങ്ക് തിന്ന് അങ്ങനെ ചെയ്യാണ്ട് കുറച്ചായിട്ട് കഴിക്കുക. ഇപ്പം ഞാനാണെങ്കിലും മധുരം കഴിക്കുന്ന, ഇടയ്ക്ക് മധുരം കഴിക്കും, ഇടയ്ക്ക് വറുത്തതൊക്കെ കഴിക്കും. പക്ഷേ നല്ലതല്ല, പക്ഷെ എന്നാൽ പോലും ഐ ബാലൻസ് ദി ഫുഡ്. ഇഫ് ഐ ആം ഹാവിങ് ടു മച്ച് എനിക്ക് പിന്നെ അടുത്ത കാലറീസ് പിടിക്കുക. കാലറി നോക്കി ജീവിക്കുന്ന ആളല്ല. നമുക്ക് വേണ്ടത് കഴിക്കുക, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കുക, എല്ലാം മൈൻഡ് ഫില്ലിങ്ങിന് വേണ്ടി കഴിക്കുക, വയറ് ഫില്ലിങ്ങിന് വേണ്ടി കഴിക്കാതിരിക്കുക. സോ അപ്പം കഴിയുന്നതും എപ്പോഴും പറയുന്ന പോലെ ഹൈ പ്രോട്ടീൻ മീൽ എടുക്കുക, കുറച്ച് കാർബ്സ് എടുത്താൽ മതി, നിറച്ച് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട്സ് കമ്പൽസറി ഡേ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നല്ല ഉറക്കം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് വിൽ മെസ്. ഫസ്റ്റ് തിങ് നല്ല ബോഡി വേണമെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് ന്യൂട്രീഷൻ, സെക്കൻഡ് തിങ് ഇസ് വർക്ക്ഔട്ട്, ആൻഡ് തേർഡ് തിങ് ഇസ് സ്ലീപ്പ്. ഇമ്പോർട്ടന്റ് ആണ്. യെസ്, സ്ലീപ്പ് മെസ് ആകുമ്പോഴാണ് ഇപ്പം നമ്മൾ കാണുന്ന യങ്സ്റ്റേഴ്സിലുള്ള ഹാർട്ട് അറ്റാക്ക് പോലും. സോ സ്ലീപ്പ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്ത് വർക്കൗട്ടും ചെയ്യരുത്, പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങരുത്. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല, ഉച്ചയ്ക്കുള്ള ഉറക്കൊന്നും പാടില്ല. ലൈക്ക് നോ, ഐ ഡോണ്ട് സജസ്റ്റ് ദാറ്റ്. ലൈക്ക് നമുക്ക് എപ്പോഴും പവർ നാപ്പ് എടുക്കാം. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോയി ഉറങ്ങാൻ പറയത്തില്ല, ബിക്കോസ് നമ്മുടെ സിസ്റ്റം അത്രയും ഭയങ്കര അകത്ത് ഇത്രയും സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ സിസ്റ്റത്തിന് റെസ്റ്റ് വന്നാൽ എന്താവും? ഇറ്റ് വിൽ ടോട്ടലി അപ്സെറ്റ് യുവർ ബോഡി. സോ അപ്പൊ അത് കാരണം കഴിയുന്നത് പവർ നാപ്പ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കാണ്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുക, അതാണ് ഈ പകുതി സൈസും കാണുന്നത്. വെള്ളത്തിനുള്ള അളവ്, ബോഡിക്ക് വെള്ളം ആൻഡ് ഫുഡാണ് ബാലൻസ്ഡ്. അപ്പൊ രണ്ട് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. അപ്പൊ വെള്ളം കുടിക്കാത്ത ഒരാൾക്ക് പിന്നെയും വിശക്കും, ബിക്കോസ് അത്രയും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ആ സാധനം കേൾക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വെള്ളം കുടിച്ചാലും ഞാൻ കഴിക്കും ചേച്ചി. അത് തീറ്റപ്പണ്ടാരം. എന്താന്നറിയാൻ പാടില്ല, ഫുഡ് നമുക്ക് വേണ്ടതൊക്കെ ആയുഷ്കാലത്തിന് വേണ്ടതൊക്കെ നീ കഴിച്ചിട്ടുണ്ട്, ഇനി മിതമായിട്ട് കഴിക്കും, അടിപൊളിയാവും. ഫുഡ് കൺട്രോൾ ചെയ്താൽ കുറച്ച് നാളെ ഞാൻ ഷുഗർ കട്ട് ചെയ്തങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ബോഡിക്ക് വാടിപ്പൊളിയായിരിക്കും, ഭയങ്കര സ്കിന്നാവും, ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനി എനിക്കത് അനുഭവിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള. ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ, ഞാൻ എപ്പോഴും ചെയ്യുന്ന വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞ് ഞാൻ വെക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട് ചീറ്റ് ഡേ എന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കഴിക്കാണ്ടിരിക്കും. അപ്പൊ എനിക്കൊരു ഡേ വരും എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കഴിക്കൂലായിരിക്കും. അപ്പം മറ്റേ ഒരാഴ്ച അടിച്ചു പൊളിച്ച് ബോഡി സെറ്റ് ചെയ്ത് വെച്ച ബോഡി കാണുമ്പോൾ നശിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒത്തിരി മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലും ഒരു വർക്കൗട്ടും കൂടി പറഞ്ഞുതരൂ. ഓക്കെ, ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിനക്ക് ആദ്യം അങ്ങനെ തരരുത്, ചെറുതായിട്ടുള്ള എന്തെങ്കിലും ചെറുതായിട്ടുള്ള വർക്കൗട്ട്. ഓക്കെ, ഡെഡ് ലിഫ്റ്റ്. ചെറുതായിട്ടുള്ള വർക്കൗട്ട്. നേരത്തെ എന്നോട് ചോദിച്ചില്ലേ മറ്റേ ഹാർട്ട് ഹെൽത്തും കൊറോണ വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമേ പോയി മാടുന്ന് വെയിറ്റ് എടുക്കാൻ നിൽക്കരുത്. ആദ്യം വേണ്ടത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ആണ്. ഹാർട്ട് ഹെൽത്തിന് എന്താ വേണ്ടേ? കാർഡിയോ. ഇത് വെറുതെ നിന്നാ മതിയോ? ആദ്യം എപ്പോഴും സൈഡിൽ സ്റ്റെപ്പ് ചെയ്യുക, ഫ്രണ്ടിലോട്ട്. ഇത് നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് കുറച്ച് ലൂസ് ചെയ്തോ, കുറച്ച് ലൂസ് ചെയ്യും.
നീ ഫ്രണ്ടി വെക്കുമ്പോഴാണ് ഇത് മൂവ് ആവുന്നത്. ഓക്കെ. കൊള്ളാം. ആ കൊള്ളാം. ഇത് മാനുവൽ ട്രെഡ്മിൽ പോലെയാണ്. ദിസ് ഈസ് കോൾഡ് കർവ്ഡ് മിൽ. മറ്റേ മെഷീൻ അല്ല. മെഷീൻ അല്ല, ഇത് ക്രോസ്ഫിറ്റ്. ഞാൻ ക്രോസ്ഫിറ്റ് സർട്ടിഫൈഡ് ആണല്ലോ. എനിക്ക് ഇതുപോലത്തെ ഐറ്റങ്ങളാണ് ഇഷ്ടം. നമ്മൾ അധ്വാനിക്കണം. ഓ ഇത് നൈസ്. വേറെ കാര്യം കാണിച്ചു തരട്ടെ. അതങ്ങനെ ചെയ്തോട്ടോ, ഞാനില്ല. അതവിടെ മാത്രം നടക്കില്ല. ഞാൻ നടന്നോളാം. നടന്നാ പോരെ? ഞാൻ കണ്ട് മെലിഞ്ഞോളാം, കണ്ട് കാടിയെ ചെയ്തോളാം. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളിത് കണ്ടാലും മെലിയുന്നുള്ളതാണ്. ഇത് ആരോ പറഞ്ഞ പോലെ ഞാൻ ഫുഡൊക്കെ കഴിച്ചോണ്ട് ഞാൻ വന്ന് നോക്കിക്കോളാം, മെലിഞ്ഞോളും എന്നൊക്കെ. എനിക്ക് പകരം അവൻ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ കണ്ടോ? എനിക്ക് വേണ്ടി ചേച്ചി ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. ഞാൻ നിർത്തി. ഇത് ഓടണ്ടേ ചേച്ചി? ഇത് ഓടാൻ ഭയങ്കര പാട്. ഞാൻ കാണിച്ചുതരാം. നീ പതുക്കെ നടന്നേ. അതെ, ഞാൻ ചിലപ്പോ ഇന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ നാളെ ആയിരിക്കും. അയ്യോ ഇത് പോകുന്നുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞു. അല്ല കൊറേ നാളായി ഞാൻ പോയിട്ട് ജിമ്മില്. പോണം, ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ചാവാറായിട്ടുണ്ട്. നാളെ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇന്ന് ഞാൻ വീട്ടിലും പോണം. വിടുമെന്ന് തന്നെ ആലോചിക്കാം. അപ്പൊ ഞാൻ വൈൻഡ് പേജ് വാ, ബാക്കി കൂടെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ പോകുന്നു. ബൈ ഗൈസ്. ബൈ ബൈ. ഓക്കെ. അമ്മേ